ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറേ നാൾ കൂടി ഒരു ഷോർട്സ് ഇടാമെന്ന് വിചാരിച്ച്. ഒന്നുമില്ല, ചെറിയ ചെറിയ എൻ്റെ ഡെയിലി റൊട്ടീൻസൊക്കെ. അപ്പോൾ ശങ്കരി ഉണ്ടായിരുന്നു ഇന്ന് എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ. ആൾക്ക് പനിയായത് കാരണം കുറച്ച് നാൾ ഗ്യാപ്പ് ഇട്ടിട്ടാണ് സ്കൂളിൽ പോണത്. അപ്പോൾ മുടി കുളിപ്പിച്ചിട്ടൊന്നുമില്ല, ചുമ്മാ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി വിടുവാണ്. ഓട്സാണ് കഴിക്കണത്. ഇഷ്ടമൊന്നുമല്ല, എന്നാലും കഴിക്കണതാണ്. മരുന്ന് കഴിക്കണമല്ലോ. അങ്ങനെ മരുന്നൊക്കെ കഴിച്ചിട്ട് 8:30 ആയി. കറക്റ്റ് 8:30 ആയപ്പോഴാണ് അച്ഛനും മോളും കൂടി ഇറങ്ങണത്. പിന്നെ കുഴപ്പമില്ല, അടുത്താണ്, 2 വീലറിനാണ് പോണത്. അതുകൊണ്ട് മിസ്സിന് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എനിക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോയി. പിന്നെ അച്ഛൻ ആക്കിയിട്ട് വന്നിട്ട് ദോശയും ചെറുപയർ കറിയായിരുന്നു. അപ്പോൾ എൻ്റെ പൂച്ചക്ക് കൊടുക്കുന്നില്ലേന്ന് എന്നെ ഇങ്ങനെ കളിയാക്കി ചോദിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. വെച്ചാൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും, അത് പോവില്ല. അപ്പം ഞാനും വേഗം കഴിച്ച് ശ്രീജുൻ്റെ കൂടെ, കാരണം എനിക്ക് മരുന്ന് കഴിക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങുവാണ്. ഹെൽമറ്റ് എന്നും ഇത് പതിവാണ്, മറന്ന് വാതിക്കെ പോയി നിൽക്കും. അങ്ങനെ ശ്രീജു പോയി. പിന്നെ എൻ്റെ ഡെയിലിയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ ഞാൻ കടന്നു. വയ്യാത്ത കാരണം മുടിയൊന്നും നനച്ചില്ല, തല നനച്ചില്ല. ചുമ്മാ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കെട്ടിവെച്ച്, അതൊരു സുഖമാണ് അങ്ങനെ കെട്ടി വെക്കുമ്പോൾ. പിന്നെ വന്നിട്ട് ഓരോരോ വർക്കല്ല, ഡെയിലി റൊട്ടീൻസാണ് ഇതൊക്കെ ചെയ്ത്. ഒത്തിരി തുണിയുണ്ടായിരുന്നു, മെഷീനിലിട്ടതും പിന്നെ അലക്കിയതും. നല്ല വെയിലുമായിരുന്നു. അങ്ങനെ അതൊക്കെ കൊണ്ടതാ വിരിക്കുവാണ്. പിന്നെ ആണെങ്കിലും പണി വെച്ചാൽ ഇനിയിപ്പോൾ അച്ഛൻ വരും, അതായത് ശ്രീജുവിൻ്റെ അച്ഛൻ വരും. അപ്പോൾ 1 മണിക്കാകുമ്പോൾ ഫുഡ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി അടുക്കളയിൽ കയറി എന്തെങ്കിലും കറിയൊക്കെ വെക്കണം. അതാണ് പണി. പിന്നെ പാട്ട് കേട്ടുകൊണ്ട് ചെയ്യുമ്പോൾ അതൊരു വേറെ ഫീലാണ്. ഞാൻ TV അങ്ങനെ കാണില്ല, കണ്ടിരിക്കില്ല. ചുമ്മാ ഇങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ വർക്ക് ചെയ്യും. അതാണ് എപ്പോഴും ഉള്ള എൻ്റെ ഒരു ഹോബി. പിന്നെ ആണെങ്കിൽ ഇന്ന് കറി കൊഴുവയായിരുന്നു. അപ്പോൾ കൊഴുവ നെത്തോലി കറി വെച്ചു, പിന്നെ വറുത്തു. എനിക്ക് വറുത്തതാണ് ഇഷ്ടം, അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ വറുത്തു. പിന്നെ ഇന്നലെ വെച്ച നല്ല ബീട്രൂട്ട് പച്ചടി ഉണ്ടായിരുന്നു, ചെറുപയർ മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു. പിന്നെ ബീൻസ് ശ്രീജുവിന് ചോറ് കിട്ടിയതിൻ്റെ ബീൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം റെഡിയായി. 2:30 ശങ്കരനെ വിളിക്കാൻ പോകണം. ഫുഡൊക്കെ കഴിച്ച് വേഗം റെഡിയായി പോവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛന് ഫുഡ് കൊടുത്ത വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, മറന്നുപോയി, എടുത്തില്ല. പിന്നെ ഞങ്ങളുടെ കാവ് ഇവിടെ കൂടിയാണ് നമ്മൾ നടന്ന് റോട്ടിലോട്ട് കയറുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ നടന്നു പോവുകയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് സൗമ്യ, നമ്മുടെ 2 പിള്ളേരും, സൗമ്യയുടെ എൻ്റെയും പിള്ളേർ 2 പേരും ഒരുമിച്ചാണ്, കുഞ്ഞിലെ മുതൽ ഒരുമിച്ചാണ് പഠിക്കുന്നത്. ഡാൻസ് സ്കൂളിലാണേലും ഒരുമിച്ചാണ് പഠിക്കുന്നത് 2 പേരും എല്ലാത്തിനും. എന്നെ കണ്ടപ്പോൾ ഓടി വരുവാണ്. പിന്നെ നേരെ പാർക്കിലോട്ടാണ് പോയത്. എന്നുള്ള പരിപാടിയാണ്, ഒരു 5-10 മിനിറ്റെങ്കിലും പാർക്കിൽ കറങ്ങണം. അത് കഴിഞ്ഞ് നമ്മൾ പാർക്കിലൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി.